ഹായ് ഫ്രണ്ട്സ്, ഇന്നാണെങ്കിൽ ഒരു കല്യാണത്തിന് വന്ന വീഡിയോ ആണേ. ഞാൻ അങ്ങനെ വീട്ടിൽ നിന്ന് വെളിയിലോട്ടിറങ്ങി. അതാണ് അവിടെ കണ്ടോ കുറച്ച് വെയിലായി വരുന്നുണ്ട്. ഇപ്പോൾ രാവിലെ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയതാണ്. 8:05 ആയി. അപ്പം വെയിലായി വരുന്നതേ ഉള്ളൂ. മരത്തിൻ്റെ ഇടയിൽ നിന്നൊക്കെ നല്ല വ്യൂ ഒക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ രാവിലെ എണീക്കാറില്ല, അതുകൊണ്ട് ഈ വ്യൂ കണ്ടപ്പോൾ എന്തോ ഒരു ഫീലിങ്സ്. കുറേ നാളായി ഇങ്ങനത്തെ വ്യൂ ഒക്കെ കണ്ടിട്ട്. നല്ല രസമുണ്ട് രാവിലെ എണീക്കാൻ കൊണ്ട് നടക്കാൻ. ഇതാണ് ഞാനിപ്പോൾ ഒരു കല്യാണത്തിന് പോവുകയാണ്. അങ്ങനെ നമ്മൾ ഇച്ചിരി നടന്ന് കല്യാണ വണ്ടിക്കകത്ത് കയറി. ഇതൊരു ബസ്സിൻ്റെ അകമാണ്. ബസ്സിൻ്റെ അകമൊക്കെ കൊള്ളാം. അതിൻ്റെ സീറ്റിലൊക്കെ ആൾക്കാരും കാര്യങ്ങളൊന്നും ഇല്ല കണ്ടോ. ലൈറ്റും ഫാനും ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫാനൊക്കെ ഓണാക്കി നല്ല ചൂടായി വരുന്നുണ്ട്. അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് താഴോട്ട് പോവുക. താഴോട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഇറക്കമാണ്. ഞങ്ങളുടെ ഒരു ഫോറസ്റ്റ് ഏരിയയാണ്. ഇതൊക്കെയാണ് ഈ കാണുന്ന മരങ്ങളും പ്രകൃതി രമണീയമായ സ്ഥലം. അവിടെ ഒരു പാറ ഉണ്ടോ, ആ പാറയുടെ മണ്ടയിൽ കയറുന്ന വീഡിയോ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെല്ലാവരും ഒന്ന് കാണണേ. ഞാൻ ഡിലീറ്റ് ചെയ്തോ എന്തോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. യൂട്യൂബിൽ ഉണ്ടോ എന്ന് നോക്കട്ടെ. ഉണ്ടെങ്കിൽ എല്ലാവരും കാണണം. ആ വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പം മേളിൽ വട്ടം വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ട്. അത് വന്നിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഡിലീറ്റാണ്. അങ്ങനെ മുമ്പോട്ട് പോവുക. അങ്ങനെ കണ്ടോ, ഇത്രയും നേരം ആളില്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം തിരക്കായി. ഇറങ്ങുന്ന സമയത്ത് ആളിൻ്റെ തിരക്ക് കണ്ടത്. അങ്ങനെ വെള്ളമൊക്കെ അവിടെ വെൽക്കം ഡ്രിങ്ക് നമ്മൾ മേടിച്ച് അത് കുടിക്കുക. അത് കുടിച്ചിട്ട് എന്നിട്ട് അവിടെ ഗ്ലാസ് അങ്ങ് കളയും. നമ്മളിങ്ങനെ വേസ്റ്റ് ഗ്ലാസ് കളഞ്ഞ്. ഇത് കണ്ടോ, ഇതേതോ മരത്തിൻ്റെ വേരൊക്കെയാണ്. പിന്നെ കുറേ നേരം കെട്ടൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ പോയി. അപ്പം നിങ്ങൾ വിചാരിക്കും പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയൊക്കെ ഫോട്ടോ എന്തി, കല്യാണത്തിൻ്റെ എന്തിന്നൊക്കെ. എനിക്ക് അവരെ വലിയ പരിചയമൊന്നുമില്ല. അപ്പോൾ നമ്മൾ വെറുതെ അവരുടെയൊക്കെ ഫോട്ടോയൊക്കെ എടുത്തിടുന്നത് എന്തിനാണ്. അതേപോലെ തന്നെ ബസ്സിൻ്റെ അകത്തു നിന്നൊക്കെയുള്ള വ്യൂവേ ഉള്ളൂ. ഇങ്ങനെ ബസ്സിൻ്റെ വെളിയൊന്നും ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് സദ്യയ്ക്ക് ഇലയിൽ കുറേ കറികളും കാര്യങ്ങളുമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ വന്നിരിക്കുക. അങ്ങനെ വന്നിരുന്ന് പപ്പടമുണ്ട്, പഴമുണ്ട്, വരുന്നു കുറേ പേരറിയാത്ത കറിയും പേരറിയാവുന്ന കറിയും. എനിക്ക് ഈ പഴയ കറികളുടെയൊക്കെ പേര് ഞാൻ അങ്ങനെ ശ്രദ്ധിക്കത്തില്ല. അതൊന്നും കാണാൻ പഠിച്ചു വെക്കുന്നതെന്ന് എനിക്ക് വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല. അങ്ങനെ ചോറ് വന്നതിന് ശേഷം പരിപ്പ് കറി വന്ന്, അവിയൽ, സലാഡ്, പച്ചടി, കിച്ചടി, അതും ഇതും എല്ലാം ഉണ്ട്. പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കല്യാണത്തിൻ്റെ സദ്യയൊക്കെ കഴിച്ചിട്ട് ബസ്സിൽ വന്ന് കയറി. അയ്യോ, തിരിച്ചു വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ. അങ്ങോട്ട് പോയതുപോലെ അല്ലായിരുന്നു. അതുകൊണ്ട് ആ നീല ഷർട്ടിട്ട് ആ പുള്ളിക്കാരെ ഇരുന്ന എൻ്റെ സീറ്റൊക്കെ അതൊക്കെ